ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ജാനകിക്കാടാണ് ഇന്നത്തെ പ്രധാന കണ്ടൻറ്റ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള മരുതോങ്കര പഞ്ചായത്തിലാണ് ജാനകിക്കാട് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി വഴിയും മുള്ളൻകുന്ന് വഴിയും നമുക്ക് ഈ ഒരു കാട്ടിലേക്ക് പോകാം. ഈ കാണുന്നത് കുറ്റ്യാടി പുഴയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അവിടെ ഒരു റിസോർട്ടും കൂടിയുണ്ട്. മഴവിൽ കാവടി എന്നോ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. നമുക്ക് അവിടെ സ്റ്റേ ചെയ്തും ഈ ഒരു വനഭംഗി ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് അഡൽട്ടിന് 40 രൂപയാണ്, ചിൽഡ്രന് 20 രൂപ അങ്ങനെയാണ് ചാൻസ്. ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എത്രയാണെന്നുള്ളത്. കാരണം ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും മാത്രമാണ് ഇവിടെ പോയിട്ടുള്ളത്. കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ID പ്രൂഫ് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് എങ്കിലും കയ്യിൽ കരുതണം. 2 മണിക്കൂറാണ് ടിക്കറ്റിൻ്റെ വാലിഡിറ്റി. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അന്തരിച്ച VK കൃഷ്ണമേനോൻ്റെ സഹോദരി ജാനകിയമ്മയുടെ പേരിലായിരുന്നു ഈ പ്രദേശം. പിന്നീട് ഇത് സർക്കാർ ഏറ്റെടുക്കുകയും ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ജാനകിയമ്മയുടെ കൈവശമായിരുന്ന ഈ ഒരു വനഭൂമിക്ക് ജാനകിക്കാട് എന്ന പേരും നൽകി. 131 ഹെക്ടറോളം വ്യാപിച്ച് കിടക്കുന്ന വനമാണ് ഈ ഒരു ജാനകിക്കാട്. വനസൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ജാനകിക്കാടിലേക്ക് പോയപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. കാടിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള പടവുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ പുഴയിലേക്ക് ഇറങ്ങാൻ അനുവദനീയമല്ല. അവർ കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്.
നടന്ന് തളരുമ്പോൾ വിശ്രമിക്കാനായിട്ട് ഇവിടെ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. നല്ല എന്താ പറയുക, ഞങ്ങൾ ഈ ഒരു കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് സംസാരിച്ചൊക്കെ നടക്കുകയായിരുന്നു. ഇവിടെ മാനുകളും കുരങ്ങുകളും കാട്ടുപോത്തുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒന്നിനെയും കാണാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ പോയിട്ടുള്ളത്. എൻ്റെയും ബ്രദറിൻ്റെയും മക്കൾ ചെറിയ ഇയാനുവിനെ എല്ലാവർക്കും അറിയാലോ, രണ്ടും ഇയാനയാണ്. അവരെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ജസ്റ്റ് കാട് കാണുക, അതൊന്ന് ആസ്വദിക്കാൻ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ട് ആസ്വദിച്ച് പെട്ടെന്ന് തിരിച്ച് വരിക, ആ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യം, ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് വരുന്നത്. എൻ്റെ ആങ്ങളുടെ ഭാര്യ ആങ്ങളെയോ മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 4ാമത്തെ പ്രാവശ്യം വരുന്നത് അല്ലേ. ഗൈസ് ഇവിടം വരെയാണ് ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇനി ബാക്കി ഞാൻ കൂട്ടി കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം നല്ലോണം കാണുക. അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. പുഴയിൽ ഇറങ്ങരുന്ന അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുഴയിൽ ഇറങ്ങുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അവിടെ 2 പേരും ഓട്ട മത്സരം നടത്താം. ആരാദ്യം പിന്നെ കപ്പിൾസും ഉണ്ട്, ലവേഴ്സും ഉണ്ടല്ലേ. ഇവിടെ അധികം ഉള്ളത്. പക്ഷേ ഇന്ന് ക്രിസ്മസിൻ്റെ ലീവ് ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരുണ്ട്. ഞങ്ങൾ അന്ന് വരുമ്പോൾ അത്രയും നാളുണ്ടായിട്ടില്ല അല്ലേ. ഇനിയിപ്പോൾ ആരും ഉണ്ടായിട്ടില്ലല്ലോ, ആരുമില്ല. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ലീവിന് നാട്ടിൽ വരുമ്പോൾ ഇവരെന്തായി, ഇവരൊന്നും ആയിട്ടില്ല. പക്ഷേ അതിന് മുന്നേ ഈ ജാനകി കാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ്. പക്ഷെ പോകുന്ന ആ ദിവസം നല്ല മഴ പെയ്തിട്ട് ഇവർ അത് ഒഴിവാക്കി. അപ്പോൾ ഞാൻ നാട്ടിൽ വരും, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഒന്നിച്ച് പോവാം. അങ്ങനെ രണ്ടാമത്തെ ഒരു ഡേറ്റ് ഫിക്സാക്കി ഞങ്ങൾ ഇറങ്ങി. നോക്കുമ്പോൾ ഇവിടം വരെ എത്തിപ്പെട്ടി. പക്ഷെ നല്ല മഴയായി. 2-3 പേരെടുത്ത് റെയിൻകോട്ട് ഉണ്ട്. പിന്നെ കുട്ടികളെല്ലാം ഇങ്ങനെ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ കടുത്ത വാശിയിൽ അസ്മ വീണ്ടും ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ വന്നു. ആ പറഞ്ഞ വഴിയില്ലേ അതുവരെ കണ്ട്. ബാക്കി ഇതാ ഞാൻ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അസ്മ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അമ്മ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയായിരിക്കണം, സൂപ്പറായിട്ടുള്ള പ്ലേസ്. ഇതെല്ലാം കാടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പക്ഷെ ഒരൊറ്റ കാട്ടുമൃഗത്തിനെ പോലും കാണാനില്ല. കാട്ടിയുണ്ട്, പിന്നെ മാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ അങ്ങനെ കാട്ടുമൃഗമൊന്നുമില്ല. മാനുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടേനു, നമ്മുടെ എൻട്രൻസിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം അന്നേരം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കാട് എന്നിട്ട് എല്ലാ കാട്ടുമൃഗങ്ങളും ഉണ്ടാവും
എൻ്റെ തലമുട്ടിന് ശ്രദ്ധിച്ചോളെ. അപ്പോൾ ഇവിടെ കാട്ടുമൃഗങ്ങളൊന്നുമില്ല. കാട്ടിയുണ്ടെന്നാണ് സംഭവം. കാട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുന്നേ വിചാരിച്ചത് കാട്ടി എന്ന് പറഞ്ഞ കരടിയാണ്. പിന്നെയാണ് മനസ്സിലായത് അത് അതിനിടയിൽ എൻ്റെ ബ്രദറിനെ വീഡിയോ കോൾ എന്തിലെത്താനായി തോന്നുന്നുണ്ട്. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ആഗ്രഹം ഇവിടെ സഫലമായി. ഈ അമ്പലമായിരിക്കില്ലേ നിങ്ങളന്ന് പറഞ്ഞിട്ടുണ്ടാകുക. നന്ദി ബോർഡ് കിട്ടി. ഇല്ല മക്കളെ, നമ്മളുടെ ജാനകിക്കാട് ഇവിടെ അവസാനിച്ചു. ഇനി ഇവിടെ നിന്ന് ഇവിടെ ക്ഷേത്രമുണ്ട്. പിന്നെ അടുത്തായിട്ട് വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാടിനുള്ളിൽ വീടും ക്ഷേത്രം തോന്നുന്നു. അതൊരു അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രം. സോറി, അയ്യപ്പ ക്ഷേത്രമല്ല, മഹാവിഷ്ണു ക്ഷേത്രമാണ്. നമ്മുടെ സംഭവം നമ്മളുടെ വഴിയുണ്ട്. നമ്മൾ കഴിഞ്ഞ് കേരള വന്യജീവി വകുപ്പ് കോഴിക്കോട് ഡിവിഷൻ കാടകം വനയാത്ര. അനുമതി കൂടാതെ പ്രവേശികൾ കുറ്റകരമാണ്. അപ്പോൾ ഇതുവരെയാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇതാ ഇവിടുത്തെ കഴിഞ്ഞ്. ഇനി ഞങ്ങൾ അതേ വഴിയിൽ കൂടി തിരിച്ച് സഞ്ചരിക്കുകയാണ്. വേറെ വഴിയില്ല. നമുക്ക് വന്ന വഴിയിലൂടെ തന്നെ പോകണം. ഇവർ 5 മണി വരെയെല്ലാം ഇവിടെ നിൽക്കാനുള്ള ഒരു ടൈമുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് അല്ലേ, വേഗം നടന്നതിനെത്തേണ്ട ദൂരേ ഉള്ളൂ. പ്ലാവോ? ഭയങ്കര പ്ലാവ്.
ഹൊറർ ഫീലിംഗ്, അന്നൊരു ഹൊറർ ഫീലിംഗ്. അത് അന്ന് ആരും കാണുന്നില്ലല്ലോ, പിന്നെ മഴയുടെ ഒരു കോലോ ഇടിട്ട് പിടിച്ചിട്ടോ കോലല്ല ഇവിടെ ഇടാ. അതന്നെ മഴയില് ഇത് നല്ല വെയിലല്ലേ, ഒളിച്ചില്ലേ. അപ്പോൾ ആരുമില്ല. ഇന്ന് നമ്മൾ കുറേ പേരെ കണ്ടുകൊണ്ട് ആദ്യമുള്ള ആ ഒരു സമാധാനവും അങ്ങ് എന്താ പറയുക, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് പോയിന്റിൽ വരെ ആളുകളുണ്ട്. അതുകൊണ്ട് പേടിക്കാണ്ട്, അല്ലെങ്കിൽ പേടിയൊന്നുമില്ല അല്ലേ. പേടിയുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ. കാടിനുള്ളിലാണ് പോകുന്നതെന്നുള്ള ആദ്യം അറിയാമല്ലോ. സംഭവം സൂപ്പറാണ്. നമ്മൾ മാത്രമല്ല ഗൈസ് അവസാനം എത്തിയത്, വേറെ ആളുകൾ വരുന്നുണ്ട്. അവരേച്ചിനാൾ അവസാനം പക്ഷെ പറഞ്ഞ മാനിനെയും കാട്ടുപോത്തല്ല, കാട്ടുപോത്ത പോലെ പോത്തോ, ആ കാട്ടുപോത്ത്. പോത്തിനെ ഇവിടെ കണ്ടിട്ടൊന്നുമില്ല. ചേനുണ്ടാ പുതിയതാന്ന് തോന്നുന്നല്ലേ. ആര് ഇതായിട്ടൊന്നുമില്ല, എനിക്ക് പറ്റിയുള്ള കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് ഇന്ത്യൻ സ്ഥലം പറയുന്ന സ്ഥലം കേട്ടോ. അയ്യോ, എന്താ നമ്മൾ ഫോട്ടോ എടുക്കണം തന്നെ. അപ്പോൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഞങ്ങൾ ഇവിടെ വന്നതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ. തെളിവല്ല, നമുക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അത്രയേ ഉള്ളൂ അല്ലേ. 3-4 ദിവസം കൂടി ആടാം. അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതവർ വിടുന്നില്ല. പ്ലീസ് ഊനാല് വിട്ട് തരൂല എന്ന് പറയുന്നത്. അവർ നേരത്തെ ഉള്ള ആളല്ലേ. ഇത് തന്നെയാണ് അവർ പറഞ്ഞത്. ഓലിവിടെ വരെ എത്തിയിട്ടുള്ളൂ. അവർ ലാസ്റ്റ് കളി കിട്ടുന്നുണ്ട്. നമ്മൾ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ 4 മണിയാകുമ്പോഴത്തേക്കാണ് തിരിച്ച്. നമുക്ക് അത്രേ വേണ്ട, ജസ്റ്റ് നടക്കണം, തടിയെന്ന് പറയാം, കാണണം. അത്രയും തടി കുറക്കണ്ടില്ല അല്ല, എനിക്ക് ഈ ഒരു കാട് കാണേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഒരു യാത്ര പ്ലാൻ ചെയ്യണം അല്ലേ. പിന്നെ എവിടെയാണ് പോകുന്നത്? ഇതൊക്കെ ഇനി സൺഡേ ആണ്. സാറ്റർഡേ ഉണ്ട് കോളേജ്.
സൗണ്ട് ഉണ്ടാക്കുന്നതെന്നാ പക്ഷേ എന്തുണ്ടാക്കുന്ന ഒരു സൗണ്ട് വരുന്നില്ലേ? അത് പക്ഷിയാണല്ലോ. അത് പക്ഷിയാണ്. പക്ഷെ ഈ കാടിൻ്റെ പേടിപ്പെടുത്തലൊന്നുമില്ല. ഇത് ഏതെല്ലോ പഴയ സിനിമയിലെല്ലാം കാണുന്ന ഒരു മനയിലൊക്കെ എല്ലാം പോകുന്ന വീട് ഇതില്ലേ, വഴികൾ, അതെല്ലാം പോലെ. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു മനയോ മറ്റോ ഇവിടെ ഉണ്ടാവും അല്ലേ? ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് ക്ഷേത്രം കാണുന്നില്ലേ? അപ്പോൾ പണ്ടത്തെ സിനിമയിൽ ഇങ്ങനെയല്ല, ഒരു മനയിലൊക്കെ എല്ലാം പോകണമെങ്കിലുള്ള വഴികൾ കാണാൻ നമ്മളെ ഭ്രമയുഗത്തിൽ തന്നെ കാണുന്നില്ലേ? ഇവിടുത്തെ സിനിമ നടത്തിയിട്ടുണ്ടാവും. ഭ്രമയുഗത്തിൽ കാണുന്നില്ല. നമ്മളെ എൻട്രൻസ് എത്താനായിട്ടുണ്ട്. നേരത്തെ കണ്ടപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ പാറ, എന്തോ ഒരു പേരുണ്ട് ഈ പാറ. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ ഈ സമയം പറ്റൂല, മതിയാവില്ല. അതുകൊണ്ട് വേറെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന്. അടുത്ത ലീവിന് വന്നതിന് നമുക്ക് ആ ഒരു പാറ കാണാൻ പോലെ. ഇവിടെ കണ്ടൊരു പാറയില്ലേനാ? ആ മീൻ പാറ, മീൻ പറയാ. ആ മീൻ ആ നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് ആ അപ്പോൾ നമ്മുടെ ജാനകിക്കാട് ആസ്വദിച്ചുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.